ഓരോരുത്തർക്ക് ഓരോ ഡ്രീമാണ്. അപ്പോൾ നയനയുടെ ഡ്രീം എന്താണ്? നേരത്തെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ സിനിമകൾ ചെയ്തു. ഇതിൽ നമ്മളെപ്പോഴും ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനമാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം സിനിമ ചെയ്യുക, അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അഭിനയിക്കുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പം അതെൻ്റെ ഒരു വലിയ ഡ്രീമാണ്, എപ്പോഴും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഏത് വർക്ക് നമ്മളിപ്പോൾ അഭിനയിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഡ്രീം എന്നുള്ളത്. അത് ഓൺ ഗോയിങ് ആണെന്ന് പറയാം അല്ലേ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇപ്പോൾ എത്ര കിട്ടിയാലും നമുക്ക് ഒരു എന്താ പറയുക, പിന്നെയും നമ്മൾ ആ ഒരു ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു പരസ്യം അല്ലെങ്കിൽ ഇന്നൊരു സിനിമ നമ്മൾ ചെയ്താൽ നാളെ നമുക്കത് വേണം, നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയാലോ. അത് ഡ്രീം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ ഡ്രീം നമ്മളിപ്പോൾ ഒരു കാര്യം അച്ചീവ് ചെയ്തു. ഇപ്പം എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ഡ്രീം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു. നാളെ ആകുമ്പം ആൾക്കാർ നിൻ്റെ ഡ്രീം നടന്നില്ലേ എന്ന് ചോദിക്കാം. നാളെ നമുക്ക് വേറൊരു ഡ്രീമാണ് ഉണ്ടാവുക. എനിക്കൊരു കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു വീട് ഉണ്ടാക്കണം, ലൈക്ക് ഇതൊക്കെ പറയുന്നത് നമ്മൾ ഓരോ ദിവസം കഴിയുന്നതാണ് നമ്മുടെ ഡ്രീമുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെയും ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ എയിമാണെന്നാണ് ഞാൻ കാണുന്നത് അല്ലേ. അപ്പോൾ ആ എയിമിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുക, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ ഒരു ഡ്രീം സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഒരു സാധനം കണ്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ ലൈഫിലൊരു എന്താ പറയുക, നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഫാക്ടർ. അത് ഓരോ സമയമാകുമ്പോഴത്തേനും മാറിക്കൊണ്ടിരിക്കും.